ഏതു സമയത്തും ഇടിഞ്ഞു വീഴാറായ കുന്നും ചെരുവിനിടയിലാണ് കുറെ കുടുംബങ്ങൾ ഭീതിയോടെ താമസിക്കുന്നത്. വിള്ളൽ വീണ വീട്ടുവരാന്തയെ നോക്കി പാതിമയക്കത്തോടെ നേരം വെളുപ്പിക്കുകയാണവർ. പൗവൽ ജാമ്പയിലെ 14ഓളം കുടുംബങ്ങളാണ് ഭീതിയുടെ മുൾമുനയിൽ നിമിഷങ്ങൾ തള്ളി നീക്കുന്നത്. EMS ഭവന പദ്ധതി പ്രകാരം പഞ്ചായത്ത് സ്ഥലവും വീടും നൽകുമ്പോൾ ആശ്വാസത്തിന്റെ മേൽക്കൂരയാകുമെന്ന ആഹ്ലാദമായിരുന്നു അവർക്ക്. എന്നാൽ പിന്നീടാണ് അത് വലിയ കൊലച്ചതിയാണെന്ന് മനസ്സിലായത്. ഏതോ ഒരു കുന്നിൻ ചെരുവിൽ ഭീതിപ്പെടുത്തുന്ന ദിക്കിലായിരുന്നു സ്ഥലം. വീട് കെട്ടി താമസം തുടങ്ങിയതോടെ ആഹ്ലാദം ആശങ്കയ്ക്ക് വഴിമാറി. ഓരോ മഴയിലും പിൻവശത്തെ മണ്ണിടിഞ്ഞു വീണ് വീടിന്റെ അടുക്കള വരെയെത്തി. 6 വീടുകളുടെ ചുമരുകളിൽ വലിയ വിള്ളൽ വീണ് കിടക്കുകയാണ്. ചില വീടുകളുടെ പിൻഭാഗത്തെ ചുമരും തറയും വീണ്ടും കീറി കിടക്കുന്നു. ഏതു സമയത്തും ഇടിഞ്ഞു വീഴാറാവുന്ന നിലയിലാണ് അതിപ്പോൾ. മണ്ണിടിഞ്ഞു വീണ് വീടുകളുടെ തറ പൊട്ടിപ്പിളർന്നു. അടുക്കള ഭാഗത്തു നിന്ന് നോക്കിയാൽ കാണുന്നത് താഴ്ഭാഗത്തെ വൻ കുഴിയാണ്. അടിഭാഗത്തെ മണ്ണിടിഞ്ഞ് തറയുടെ കല്ല് വെളിയിൽ കാണാൻ പറ്റും വിധം അപകടാവസ്ഥയിലാണ്. ഭീതിയോടെയാണ് തങ്ങൾ കഴിയുന്നതെന്നും എന്നാൽ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും വീട്ടമ്മമാർ പരാതിപ്പെട്ടു. സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ ബാദ്ഷാ പൗൽ പറഞ്ഞു. 4 സെന്റ് സ്ഥലത്തിന് 37,500 രൂപയും അതുപോലെ തന്നെ ഒരു വീടിന് 75,000 രൂപയാണ് ഭരണസമിതി അന്ന് നൽകിയത്. മഴ വരുമ്പോൾ അവർ പേടിച്ച് ഏത് സമയവും ഈ ഗർത്തത്തിലേക്ക് ആഴത്തിൽ വീഴുമെന്ന ഒരവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച പല പരാതികളും ബന്ധപ്പെട്ട ഉന്നതർക്ക് MLAയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനൊക്കെ ഇത് സംബന്ധിച്ച പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ആരും ഇത് തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭൂരഹിതർക്ക് വീടും സ്ഥലവും നൽകുന്നതിന്റെ ഭാഗമായി 2008 മുളിയാറിലെ 9 കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് ജൻബയിൽ സ്ഥലം നൽകിയത്. ഓരോ കുടുംബത്തിനും 4 സെന്റ് സ്ഥലം വീതമാണ് നൽകിയത്. ഭൂമി വാങ്ങാനായി 37,500 രൂപയാണ് ഓരോരുത്തർക്കും സർക്കാർ അനുവദിച്ചത്. ഇതുപയോഗിച്ച് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഉന്നതൻ നേരിട്ടിടപെട്ടാണ് സ്ഥലം കണ്ടെത്തിയതും വാങ്ങിച്ചതും. ഗുണഭോക്താക്കൾ സ്ഥലം കണ്ടിരുന്ന പോലുമില്ല. സ്ഥലം കാണുമ്പോഴേക്കും ഭൂമിയുടെ രജിസ്ട്രേഷൻ അടക്കം കഴിഞ്ഞിരുന്നു. ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന വീടിന് മുന്നിലാണ് ഇപ്പോൾ ഇവർ കഴിയുന്നത്. തങ്ങളെ ആരക്ഷിക്കുമെന്ന ചോദ്യമാണ് അവരുടെ മുന്നിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.